ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഭാര്യമാരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൗസ് വൈഫാണ്, അവർക്ക് ഒരു പണിയില്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കാണാറില്ലേ? സത്യസന്ധമായിട്ട് പറയട്ടെ, അവരൊരു ഹൗസ് വൈഫായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ണർ മാത്രമായിട്ട് ഇങ്ങനെ അടക്കി ഒതുക്കിയിരിക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം, ആ പെണ്ണിന്റെ ഒരു സെൽഫ് വർത്തേ പോവും. സ്ലോലി അവള് തന്നെ അവളില്ലാത്തൊരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ, അവളുടെ ഒരു സാക്രിഫൈസിനെ ഇഗ്നോർ ചെയ്ത് എന്ത് സംഭവിക്കും? ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ എത്ര കാശ് കൊടുത്താലും പകരം വെക്കാൻ പറ്റാത്തൊരു പണിയാണ്. 24/7 വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഒരു വീടിനെ വീടാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മക്കളെ വളർത്തുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ്. മാതാപിതാക്കളെ നോക്കുക, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഇഗ്നോർ ചെയ്താൽ, അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ, അവൾ കൊടുക്കണ വാല്യൂവിനെ ക്വസ്റ്റ്യൻ ചെയ്യണ പോലെയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ലാക്ക് ഓഫ് അപ്രിസിയേഷൻ. പല വീട്ടിലും ഈ ഹൗസ് വൈഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും പണിയെടുക്കണ കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റണത്. അപ്പൊ അവളുടെ ആ ഒരു സാക്രിഫൈസിനെ വാല്യൂ ചെയ്യാതെ നിങ്ങൾ ചെയ്യണുണ്ടെങ്കിൽ, അവളോട് ഒരു നന്ദി പോലും പറയണില്ലെങ്കിൽ, പോകെ പോകെ അവളുടെ എനർജി ട്രെയിൻ ആവും. അവൾക്ക് നിങ്ങളോട് ഒരു സ്നേഹവും തോന്നൂല. മൂന്നാമത്തെ കാര്യം എന്താണ്? പല ആണുങ്ങളുടെയും പ്രശ്നം എന്നറിയാമോ, അവരൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്ത് അവർക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് ഭാര്യ എപ്പോഴും അങ്ങോട്ട് കൾച്ചർ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അവൾക്ക് ഒരു വെല്ലിയും കൊടുക്കില്ല. അപ്പൊ ഒരു റെസ്പെക്റ്റും അവൾക്ക് കൊടുക്കണില്ല. വാക്കുകൾ കൊണ്ട് എവിടെയൊക്കെ കിട്ടിയാലും പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പോലും അവരോട് മോശമായിട്ട് സംസാരിക്കും. ആക്ഷനാ പറയേ വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസൾട്ടുകളും ഈ റൂഡ് ടോണൊക്കെ എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യണ ലെവലിലേക്ക്, അവരുടെ ആവശ്യങ്ങൾ നെഗ്ലക്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, അവൾക്കൊരു സെൽഫ് വർത്ത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അവളുടെ ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. നാലാമത്തെ കാര്യം എന്താണ്? അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു. എന്തില്? അവളുടെ ഹെൽത്തിലാവാം, അവളുടെ വെൽബീയിങ്ങിലാവാം, അവളുടെ സ്വപ്നങ്ങളിലാവാം. നിനക്ക് എന്ത് കരിയർ? നീ പോയാൽ 15,000 രൂപ 25,000 കിട്ടുള്ളൂ, അതിവിടെ ആർക്ക് വേണം? ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക്, പൈസയല്ല, അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലും കൂടി അവൾക്ക് ജീവിക്കാൻ പറ്റുമ്പോഴാണ് അവളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ പങ്കാളിയെ റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അവള് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗമാക്കി മാറ്റും. അപ്പൊ എന്തായാലും മറക്കരുത്, ഓരോ പെണ്ണുങ്ങളും ഇത് അർഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.